എല്ലാവർക്കും ഒരു പുതിയ പൊങ്കൽ വീഡിയോയിലോട്ട് സ്വാഗതം. അതിന് മുമ്പ് തന്നെ എല്ലാവർക്കും ഹാപ്പി പൊങ്കൽ. എൻ്റെ വീട്ടിൽ ഞാൻ വെളുപ്പിലിട്ട കോലമാണ് കേട്ടോ ഇത്. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതുപോലെ ക്ഷേത്രത്തിൽ ഇതുപോലെ കോലം വരയ്ക്കുന്നത്. തെറ്റിപ്പോകുമോ എന്നൊക്കെ ഉള്ള ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് എൻ്റെ പരമാവധി മാക്സിമം ഞാൻ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചെറുതായിട്ടാണ് വരയ്ക്കുന്നത്. രാവിലെ 5:30-ഒക്കെയാണ് കേട്ടോ നമ്മൾ ക്ഷേത്രത്തിലെത്തിയത്. അപ്പോഴത്തേക്കും ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു മനസ്സിനൊരു സമാധാനം കിട്ടി. ആൾക്കാരൊന്നും കണ്ടുകൊണ്ടിരിക്കില്ലല്ലോ, അപ്പോൾ നമുക്ക് സമാധാനത്തിൽ വരയ്ക്കാമല്ലോ. അങ്ങനെയുള്ളൊരു ധൈര്യത്തിൽ ഞാൻ പിന്നെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അനിയത്തിയും കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ കോലം വരച്ച ക്ഷേത്രം എന്ന് പറയുന്നത് ശ്രീ ചന്ദനമാരിയമ്മൻ കോവിലാണ് കേട്ടോ. മാമനാണ് ഈ ഒരു കോലപ്പൊടിയൊക്കെ വാങ്ങിച്ചു തന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് കളറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. ലാസ്റ്റ് ലുക്ക് ഇതാണ്. ആ കോലം വരച്ചതിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ് ക്ഷേത്രത്തിലേക്കുള്ള പൊങ്കാല അവർ ഉണ്ടാക്കിയത്. അങ്ങനെ കോലമൊക്കെ വരച്ചതിന് ശേഷം നമ്മളവിടെ പൊങ്കാലയൊക്കെ അവിടെ തിളച്ച് പൊങ്ങിയതിന് ശേഷമാണ് വീട്ടിലോട്ട് നമ്മൾ തിരിച്ച് മടങ്ങിയത്. അപ്പം നിങ്ങൾക്ക് കോലം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീട്ടിൽ പോയപ്പോഴത്തേക്കും ആ ഒരു പൊങ്കലിനുള്ള പൊരിയും പഴവും പിന്നെ വിളക്കൊക്കെ കത്തിച്ചിട്ട് നല്ലതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ വീട്ടിൽ പൊങ്കലിട്ടതാണ്. ചാണകം മെഴുകിയ തറയിൽ 3 ഇഷ്ടികകൾ വെച്ചിട്ട് ഇതുപോലെ പൊങ്കാല ചെയ്തിട്ടുണ്ട്. എല്ലാ മകര പൊങ്കലിനും നമ്മൾ ഇതുപോലെ തന്നെയാണ് പൊങ്കാലയൊക്കെ വയ്ക്കുന്നത്. നമ്മളെങ്ങനെയാണ് ഓണം ആഘോഷിക്കുന്നത് അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ആഘോഷമാണ് പൊങ്കൽ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഓണത്തിന് 10 ദിവസം ലീവ് കൊടുക്കും പോലെ തന്നെ അവിടെ പൊങ്കലിന് 10 ദിവസം കുട്ടികൾക്ക് ലീവ് കൊടുക്കുന്നതാണ്. എല്ലാ വർഷവും മകരം 1-ാം തീയതിയാണ് നമ്മൾ ഇതുപോലെ പൊങ്കൽ ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു മകര പൊങ്കൽ മാത്രമല്ല അവർ ആഘോഷിക്കുന്നത്, മാട്ടുപൊങ്കൽ അങ്ങനെ തുടങ്ങി ഒരുപാട് പൊങ്കലുകൾ അവർ ആഘോഷിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ പൊങ്കലിന് നമ്മളാണെങ്കിൽ കരിമ്പ് പിന്നെ മഞ്ഞ പച്ചക്കറിയൊക്കെ വെച്ചിട്ട് നല്ല വിപുലമായിട്ടാണ് കേട്ടോ ഈ ഒരു പൊങ്കലൊക്കെ ആഘോഷിച്ചത്. പക്ഷേ ഇപ്പോഴും അതൊന്നും പറ്റിയില്ല. എന്നാലും നമ്മൾ പൊങ്കലൊന്നും വയ്ക്കാതിരുന്നില്ല. പൊങ്കലൊക്കെ വച്ചു, പായസമൊക്കെ ഇതാ റെഡിയായി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി അടുത്ത് ഞാൻ കഴിച്ചു നോക്കട്ടെ കേട്ടോ. നമ്മൾ ഈ ഒരു അരിപ്പായസമാണ് ഉണ്ടാക്കിയത്. കൂടുതലായിട്ടും തമിഴ്നാട്ടിലുള്ള കർഷകരാണ് ഈ ഒരു മാട്ടുപൊങ്കലൊക്കെ ആഘോഷിക്കുന്നത് കേട്ടോ. ഞാൻ പിന്നെ കോവിലിൽ പൊങ്കലൊക്കെ ഇട്ടിട്ട് ട്യൂഷനൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കും അമ്മ നല്ല ചൂട് പൊങ്കാലയുടെ പായസം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സെക്കൻഡ് എൻ്റെ അനിയത്തി കഴിച്ചു നോക്കുന്നുണ്ട്, അവൾക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വെറൈറ്റി ആയിട്ടുള്ളതാണ് എനിക്കിഷ്ടം. ഇപ്പോൾ ഇഡലിയും കടലക്കറിയാണ് കേട്ടോ ഇന്നത്തെ കോംബോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നും ഇല്ല, പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമാണ്. എനിക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കോംബോസ് കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പൊങ്കൽ സ്പെഷ്യൽ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വൺസ് മോർ ഹാപ്പി പൊങ്കൽ.